മക്കളെ, അപ്പൊ നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പൊ ഈ ഗ്രൂപ്പ് ഡി പരീക്ഷയുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എപ്പോഴായിരിക്കും ഉണ്ടായിരിക്കുക, ഏതൊക്കെ ഡോക്യുമെന്റ്സ് നമ്മൾ ഇപ്പോഴേ സംഘടിപ്പിച്ച് വെക്കണം, കൂടാതെ ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് സാധാരണ ഉണ്ടാകുന്ന സംശയങ്ങളുടെ എല്ലാം ഉത്തരം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പൊ വീഡിയോ എന്തായാലും മുഴുവനായിട്ടും കാണുക. അപ്പൊ മക്കളെ, ആദ്യമേ തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പ് ഡി പരീക്ഷ ഏകദേശം നമ്മുടെ ജനുവരി 16 വരെ ഗ്രൂപ്പ് ഡിയുടെ പരീക്ഷയുണ്ട്. ഇതിന് ഒരു മാസം അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 1.25 മാസം 1.5 മാസത്തിനൊക്കെ ശേഷം നമ്മുടെ റിസൾട്ട് വരും. അതായത് നമ്മുടെ ഒരു ഫെബ്രുവരി ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഇതിന്റെ റിസൾട്ട് വരും. തൊട്ട് പുറകെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും. അതിനുശേഷമായിരിക്കും നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരാനായിട്ട് പോകുന്നത്. അതായത് നമ്മുടെ ഏകദേശം ഒരു മാർച്ച് അല്ലെങ്കിൽ ഒരു ഏപ്രിൽ ആദ്യം ഒക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ പറയുന്ന ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ആദ്യമേ തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്നത് നിങ്ങളുടെ ജോലി പോകാൻ കാരണമാകുന്ന ഒരു പ്രധാനപ്പെട്ട സ്റ്റേജ് ഒന്നുമല്ല. കാരണം ഇപ്പൊ പലരും പേടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ ഞാൻ അപ്ലൈ ചെയ്തതിൽ ഇന്ന മിസ്റ്റേക്ക് പറ്റി, അപ്പൊ ജോലി റിജക്ട് ചെയ്ത് തരുമോ, അല്ലെങ്കിൽ എന്റെ ഡോക്യുമെന്റിൽ ഇന്ന മിസ്റ്റേക്കുകൾ ഉണ്ട്, അപ്പൊ എന്റെ ജോലി പോയോ, ഞാൻ ഈ പഠിച്ചതൊക്കെ വെറുതെ ആയോ, അങ്ങനെയൊന്നുമില്ല. ഇത് അങ്ങനത്തെ ഒരു സ്റ്റേജേ അല്ല ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ വളരെ പേടിപ്പെടുത്തുന്ന ഒരു സ്റ്റേജ് അല്ല ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. ഇത് ആക്ച്വലി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്. ആദ്യമേ തന്നെ RRB ഒരു കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെന്റിന്റെ കൂടെ എപ്പോഴും എന്ത് ക്യാരി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, 2 ഫോട്ടോ കോപ്പി, സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള 2 ഫോട്ടോ കോപ്പി വീതം ഈ ഒറിജിനൽ ഡോക്യുമെന്റ്സിന്റെ ക്യാരി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കിയിരിക്കുക, നിങ്ങളിപ്പോൾ 2 ഫയൽ കൊണ്ട് പോകുന്നത് എപ്പോഴും നല്ലൊരു കാര്യമാണ്. ഞാനിവിടെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്. 2 ഫയലും കൊണ്ട്, ഒന്നെന്ന് പറയാൻ നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെന്റ് ഉള്ള ഫയൽ, രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോ കോപ്പി ഉള്ള ഒരു ഫയൽ. അപ്പൊ ഈ 2 ഫയലും കൊണ്ട് പോവുക. എന്താണോ നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെന്റ് അതിന്റെ തന്നെ ഒരു 2 ഫോട്ടോ കോപ്പി എടുത്ത് വെക്കുക, അതൊന്ന് സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. ഇത്രയും മാത്രമേ നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് കൊണ്ടുപോകുന്നുണ്ടോ ആ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. ഏതൊക്കെ ഡോക്യുമെന്റ്സ് ഏത് രീതിയിലാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ളത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഡോക്യുമെന്റ്സ് കൊണ്ടുപോകുന്ന കാര്യത്തിലൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ നിന്ന് നമ്മൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് വേണ്ടി പോകുമ്പോൾ ഇത്രയും കാര്യം ശ്രദ്ധിക്കുക. 2 ഫോട്ടോ കോപ്പി നമ്മൾ കൊണ്ടുപോകേണ്ടി വരും, കൂടാതെ നമ്മുടെ ഒറിജിനലും കൊണ്ടുപോകേണ്ടി വരും. ഇനി ഈ പറയുന്ന ഒറിജിനൽ ഡോക്യുമെന്റ് നമ്മുടെ RRBയുടെ അവർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് വാങ്ങിച്ചു വയ്ക്കും. എന്നിട്ട് അവർ ഒരു 30-40 മിനിറ്റ് കഴിയുമ്പോഴേക്കും കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുപോയി തരും. അപ്പൊ നമ്മൾ ആരും വിചാരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഒറിജിനൽ ഡോക്യുമെന്റ് മേടിച്ചുകൊണ്ട് പോയത്. അങ്ങനെയല്ല, നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഒറിജിനൽ ഡോക്യുമെന്റ് അവർ മേടിച്ചുകൊണ്ട് പോയിട്ട് അവരുടെ ഓഫീസിൽ കൊണ്ടുപോയി കുറച്ച് സ്കാനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് റിട്ടേൺ ആയിട്ട് തിരിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് കൊടുത്തുവിട്ട സാധനങ്ങളൊക്കെ തിരിച്ചു കിട്ടിയോ എന്ന് മാത്രം ഒന്ന് ചെക്ക് ചെയ്താൽ മതി. വേറെ പരിപാടികളൊന്നും ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് കൊണ്ടുപോകേണ്ടത്, അല്ലെങ്കിൽ ഡോക്യുമെന്റ്സിന്റെ കാര്യത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ 10th അല്ലെങ്കിൽ 12th സർട്ടിഫിക്കറ്റ് സ്വാഭാവികമായിട്ടും ഗ്രൂപ്പ് ഡി പരീക്ഷ ആകുമ്പോൾ ഡെഫിനറ്റ്ലി 10th സർട്ടിഫിക്കറ്റ് ആണ് ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്. അപ്പൊ മക്കളെ, ആദ്യമേ അറിഞ്ഞിരിക്കുക, ഈ സാധനത്തിന്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമ്മൾ ഒരു ഫയലിൽ വെക്കുക, മറ്റ് 2 ഫോട്ടോ കോപ്പി സെൽഫ് അറ്റസ്റ്റ് ചെയ്തത് മറ്റേ ഫയലിലാക്കിയും വെച്ചിരിക്കുക. ഇനി ഉണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ്, ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉള്ളവർ എന്ത് ചെയ്യും. ഉദാഹരണത്തിന് അച്ഛന്റെ പേരിൽ മിസ്റ്റേക്ക് പറ്റിയവരുണ്ടാവും, അല്ലെങ്കിൽ സ്വന്തം പേരിൽ തന്നെ ആധാറും SSLC സർട്ടിഫിക്കറ്റുമായിട്ട് മിസ്മാച്ച് ഉള്ളവരുണ്ടാവും, അല്ലെങ്കിൽ ഇനീഷ്യലുമായിട്ട് അമ്മയുടെ പേരുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും. എന്തെങ്കിലുമൊക്കെ ആയിട്ട് മിസ്റ്റേക്കുകൾ നമ്മുടെ SSLC സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും. ഇപ്പൊ ആദ്യമേ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇപ്പോൾ അച്ഛന്റെ പേരിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പേരിൻ്റെമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അഫിഡവിറ്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഒരു അഫിഡവിറ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മളൊരു മുദ്ര പേപ്പറിൽ ഒരു അഡ്വക്കേറ്റിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സാധനമാണ് ഈ അഫിഡവിറ്റ്. ഈ അഫിഡവിറ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിനുള്ള സൊല്യൂഷനായി. അതായത് ഇപ്പൊ നിങ്ങളുടെ എന്താ പറയാ, ഈ അച്ഛന്റെ പേരിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്, അല്ലെങ്കിൽ അമ്മയുടെ പേരിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്, ആ ഒരു രീതിയിലുള്ള മിസ്റ്റേക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള അഫിഡവിറ്റ് സബ്മിറ്റ് ചെയ്താൽ മതിയാവും. ഇനി മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ ഡേറ്റ് ഓഫ് ബർത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലാണ് ഒരു ഇത്തിരി കോംപ്ലിക്കേറ്റഡ് പരിപാടികൾ നമ്മൾ ഇപ്പോഴേ ചെയ്ത് തുടങ്ങേണ്ടത്. ഡേറ്റ് ഓഫ് ബർത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ ഏത് ബോർഡിലാണോ, നമ്മളിപ്പോൾ CBSE ആണെങ്കിൽ CBSE, നമ്മുടെ സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിൽ സ്റ്റേറ്റ് ബോർഡിൽ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അതിന് ഇതുപോലെ തന്നെ ഒരു അഫിഡവിറ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് പിന്നെ സ്കൂളിൽ നിന്നൊരു സാധന പേപ്പറൊക്കെ മേടിച്ച് നമ്മൾ ബോർഡിലേക്കൊക്കെ പോയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ഈ പറയുന്ന ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ചെയ്തെടുക്കാൻ. അതായത് അവർ എന്നിട്ട് പിന്നെ ഇത് പബ്ലിഷ് ചെയ്യും, ന്യൂസ് പേപ്പറിൽ ആഡ് ഒക്കെ കൊടുത്ത് നോക്കും. അങ്ങനെ 3-4 സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ചെയ്തിട്ടുള്ളൂ.
സോ ആരുടെയെങ്കിലും ഡേറ്റ് ഓഫ് ബർത്ത് SSLC സർട്ടിഫിക്കറ്റിൽ ഡേറ്റ് ഓഫ് ബർത്തുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തേക്കുക. അതായത് ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്താനുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തേക്കുക. നിങ്ങളുടെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി, അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. സ്കൂളിൽ നിന്നാണ് ഈ പ്രോസസ്സ്, നമ്മൾ സ്കൂളിന്റെ ഒരു പ്രോസസ്സും കൂടി ഇനിഷ്യേറ്റ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. അവിടെ നിന്ന് നമ്മൾ ബോർഡിലേക്ക് അയക്കും. ബോർഡ് പിന്നെ അത് പബ്ലിഷ് ഒക്കെ ചെയ്തതിന് ശേഷം ഒരു ചെറിയ പേപ്പർ അഡ്വർടൈസ്മെന്റ് ഒക്കെ പോലെ കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു പ്രൊസീജിയർ ഒരു ഇത്തിരി വലിയ പ്രൊസീജിയറാണ്. സോ അതിലെന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉള്ളവർ മാത്രം ഇപ്പോഴേ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തോ. ബാക്കിയല്ല ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു അഫിഡവിറ്റ് വഴി സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അതുമല്ല, നിങ്ങൾ അവിടെ ചെല്ലുമ്പോഴാണ്, ഇപ്പൊ നിങ്ങൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അത് നമ്മൾ അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോഴും RRB നമുക്ക് ഒരു സമയം തരുന്നതാണ്. മാക്സിമം ഒരു വീക്ക് 2 ആഴ്ചയൊക്കെ തരും. എന്നിട്ട് പറയും ഇതൊന്ന് ശരിയാക്കി കൊണ്ടുവന്നാൽ മതി എന്ന് പറയും. അപ്പോഴും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴേ മനസ്സിലാക്കിക്കോളുക, ഇതിന്റെ പേരിൽ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അവിടെ ചെന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അവർ നിങ്ങൾക്ക് സമയം അലോട്ട് ചെയ്ത് തരുന്നതാണ്. നിങ്ങൾ മാക്സിമം ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഒക്കെ കൊണ്ടുപോകാൻ ശ്രദ്ധിച്ചാൽ മതി. ഇനി മറ്റ് സർട്ടിഫിക്കറ്റ്സ്, അതായത് നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റോ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ അത് കൂടി കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ആ സർട്ടിഫിക്കറ്റും കൂടി കൊണ്ടുപോയേക്കാം. മറ്റൊരു ഇമ്പോർട്ടന്റ് സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ നാഷണൽ കൗൺസിൽ ഓഫ് വൊക്കേഷണൽ ട്രെയിനിങ് അല്ലെങ്കിൽ സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് വൊക്കേഷണൽ ട്രെയിനിങ്ങിന്റെ സർട്ടിഫിക്കറ്റ്. ഇത് പ്രധാനമായിട്ടും കൊണ്ടുപോകേണ്ടത് നമ്മുടെ റെയിൽവേയിൽ അപ്രന്റിഷിപ്പ് ചെയ്ത ആളുകൾ മാത്രമാണ് ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകേണ്ടത്. ഓക്കെ, റെയിൽവേയിൽ അപ്രന്റിഷിപ്പ് ചെയ്ത ആളുകളാണ് പ്രധാനമായിട്ടും ഈ ഒരു സർട്ടിഫിക്കറ്റ് കരുതിയിരിക്കേണ്ടത്. ഇനി കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ട്, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്, എക്കണോമിക്കലി വീക്കർ സെഷൻസിന് ഇൻകം പ്രൂവ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ നമുക്ക് റിസർവേഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൂഫ് ആയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമ്മളിത് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്പറൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടത്? ഇപ്പൊ റെയിൽവേയുടെ നോട്ടിഫിക്കേഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ അനക്സ്റ്റർ 3, അനക്സ്റ്റർ 2 ഇന്ന ഫോർമാറ്റിൽ തന്നെ പ്രസന്റ് ചെയ്യണം. അപ്പൊ പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് അറിയാമോ? ഈ സാധനം നേരെ പ്രിന്റ് ഔട്ട് ഒക്കെ എടുത്ത് അത് ഫില്ലൊക്കെ ചെയ്ത് അതിൽ തന്നിരിക്കുന്ന പോലെ കളക്ടറുടെ കയ്യിൽ നിന്ന് ഒപ്പൊക്കെ ഇട്ട് മേടിച്ച്, എന്റെ പൊന്നി അതിന്റെ യാതൊരു ആവശ്യവും. നിങ്ങൾ നേരെ നിങ്ങളുടെ അക്ഷയ കേന്ദ്രത്തിലോട്ട് അങ്ങ് ചെല്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും ഇന്റർനെറ്റ് കഫേയിൽ എവിടെയെന്ന് വെച്ചാൽ പോയി ചെല്ല. എന്നിട്ട് നേരെ ഓൺലൈൻ ആയിട്ട് ഇങ്ങനെ സെൻട്രൽ ഗവൺമെന്റ് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു നോൺ ക്രിമിനൽ വേണം, അല്ലെങ്കിൽ ഒരു ഇൻകം സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയാ. അവർ നേരെ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അതൊരു ഫോർമാറ്റിലേക്ക് അടിച്ചു തരും. അതേ സെയിം സാധനം കൊണ്ടുപോയി RRBയിൽ അങ്ങോട്ട് കാണിച്ചാൽ മതി. അല്ലാതെ വെറുതെ അതേ ഫോർമാറ്റിൽ തന്നെ എഴുതാന്ന് പറഞ്ഞാൽ ഇതേ ഫോർമാറ്റിൽ തന്നെയാണ് നമുക്ക് അച്ചടിച്ച് കിട്ടാൻ പോകുന്ന സർട്ടിഫിക്കറ്റ്. ചിലപ്പോൾ വല്ല ഫോണ്ടൊക്കെ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ, അതൊന്നും ഒരു വിഷയമേ അല്ല. നമുക്ക് ആ സാധനം കിട്ടുന്ന ആ ഒരു പ്രിന്റ് ഔട്ട്, ഓൺലൈൻ അക്ഷയ വഴി കിട്ടുന്ന ആ പ്രിന്റ് ഔട്ടുമായിട്ട് അങ്ങോട്ട് ചെന്നാൽ മതി. വെറുതെ ഈ അനക്സ്റ്റർ 3, അനക്സ്റ്റർ 2 അതേ ഫോർമാറ്റിൽ തന്നെ വേണം അങ്ങനെ ഒന്നുമില്ല. സെയിം ഫോർമാറ്റിൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്, അതുമായിട്ട് അങ്ങോട്ട് ചെന്നാൽ മതി. സോ ആ ഒരു രീതിയിലുള്ള കൺഫ്യൂഷൻ കാര്യങ്ങളൊന്നും ആർക്കും വേണ്ട. ആ സാധനം ആ കയ്യിൽ കിട്ടുന്ന സാധനം കൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലാം, കോപ്പി എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി എക്സ് സർവീസ് മെന്നുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഒറിജിനൽ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് അവർ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഡിസബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ എക്സ് സർവീസ്മെൻ സെൽഫ് ഡിക്ലറേഷൻ ഫോം പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. കൂടാതെ NOC മേടിക്കണം. അതായത് നിലവിൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ എന്തെങ്കിലും ജോലി എടുക്കുന്നവരാണെങ്കിൽ ആ കറന്റ്ലി നമ്മൾ ജോലി ചെയ്യുന്ന ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു NOC മേടിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, പ്രൈവറ്റ് ജോലിക്ക് പോകുന്നവരൊന്നും NOC മേടിക്കേണ്ട. നിലവിൽ ഏതെങ്കിലും രീതിയിലുള്ള ഗവൺമെന്റിൽ എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഈ ഒരു NOC മേടിച്ചാൽ മതി. കൂടാതെ നിലവിൽ ഡിഫൻസിൽ സെർവ് ചെയ്യുന്ന ആൾക്കാർ, നിലവിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അവരും ഈ പറയുന്ന NOC മേടിക്കണം എന്നും പറയുന്നുണ്ട്. ഇത്തരം സർട്ടിഫിക്കറ്റ് ഒക്കെയാണ് എക്സ് സർവീസ് മെന്നുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, അല്ലെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ ട്രാൻസ്ജെൻഡർ പേഴ്സൺസിനാണെങ്കിൽ ഒരു സെൽഫ് സർട്ടിഫിക്കേഷൻ മതിയാവും. ട്രാൻസ്ജെൻഡർ കാൻഡിഡേറ്റ്സ് ഒരു സെൽഫ് സർട്ടിഫിക്കേഷൻ കൊടുത്താൽ മതി. കൂടാതെ നമുക്ക് ഡിവോഴ്സ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ജുഡീഷ്യൽ സെപ്പറേഷൻ കാണിച്ചിട്ടുള്ള ആ ഒരു ഓർഡർ, ഓക്കെ, നമ്മൾ ഡിവോഴ്സ് ആയെന്ന് കാണിക്കാനുള്ളതിന്റെ പ്രൂഫ് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ വീണ്ടും നമ്മൾ പുനർവിവാഹം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ റീമാരി ചെയ്തിട്ടില്ല എന്നുള്ളതിന്റെ അഫിഡവിറ്റും പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ ഇൻ കേസ് വിഡോസ് ഒക്കെ ആണെങ്കിൽ ഹസ്ബൻഡിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റും കാണിക്കണം. അതേപോലെ തന്നെ നമ്മൾ വീണ്ടും റീമാരി ചെയ്തിട്ടില്ല എന്നുള്ളതിന്റെ അഫിഡവിറ്റ് കാണിക്കുകയും വേണം. അപ്പൊ ഇത്രയുമാണ് പ്രധാനമായിട്ട് നമ്മളൊരു സാധാരണക്കാരന്റെ പോയിന്റ് ഓഫ് വ്യൂവിലോട്ട് നോക്കുമ്പോൾ അവന് ഇമ്പോർട്ടന്റ് ആയിട്ട് ആവശ്യം വരുന്ന സർട്ടിഫിക്കറ്റ്. ഇപ്പൊ ജമ്മു ആൻഡ് കാശ്മീർ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ഒന്നും നമുക്ക് സ്വാഭാവികമായിട്ട് ഇവിടെ ആവശ്യം വരാറില്ല. സോ ഇത്രയുമാണ് സാധാരണഗതിയിൽ ഒരു RRB ഡോക്യുമെന്റ് വെരിഫിക്കേഷന് പോകുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കയ്യിൽ കരുതിയിരിക്കേണ്ട സർട്ടിഫിക്കറ്റ്സ്. ഈ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയാൽ മതി. വേറെ കാര്യങ്ങളൊന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ബോധർ ആവേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എന്ത് പ്രോബ്ലം വന്നാലും അതിനുള്ള സൊല്യൂഷൻ അവിടെ ഉണ്ടാവും. അതല്ലാതെ ഓക്കെ നിങ്ങളുടെ ജോലി പോയി എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് എടുത്ത് വലിച്ചെറിയുക, അങ്ങനെ ഒരു സിറ്റുവേഷനേ അല്ല RRBക്കകത്ത് ഉണ്ടാവുക. ഓക്കെ, അത് ആദ്യമേ മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ മക്കളെ, നല്ല രീതിക്ക് തന്നെ നിങ്ങളുടെ പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. നമ്മുടെ
സൂപ്പർ നോട്ട്സിന്റെ ഒരു കിടിലൻ ഗ്രൂപ്പ് ഡിയുടെ ലോങ് ടേം ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ നിങ്ങൾ ഗ്രൂപ്പ് ഡി മര്യാദയ്ക്ക് പ്രോപ്പർ ആയിട്ട് പഠിച്ചെഴുതാൻ സാധിക്കാത്തവർക്കും, കൂടാതെ അടുത്ത വർഷത്തെ ഗ്രൂപ്പ് ഡിയുടെ നമ്മുടെ വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ എത്താനായിട്ട് പോവുകയാണ്. നിങ്ങൾ RRBയുടെ കലണ്ടർ കണ്ടല്ലോ, നല്ല സൂപ്പർ കലണ്ടറാണ്. അപ്പൊ അതുപോലെ തന്നെ റെയിൽവേയുടെ വേക്കൻസി എല്ലാം ഇനി കറക്റ്റ് ആയിരിക്കും. വേക്കൻസി ആയാലും ശരി, പോസ്റ്റിംഗ് ആയാലും ശരി, എല്ലാം കൃത്യമായിട്ടാണ് റെയിൽവേ നല്ല അന്തസ്സോട് കൂടി നടത്താനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ RRB ഗ്രൂപ്പ് ഡിയുടെ ഒരു കിഡിലൻ ബാച്ച് നമ്മുടെ സൂപ്പർ നോട്ട്സിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. മക്കളെ നല്ല അടിപൊളി ബാച്ച് ആയിരിക്കും. ചുമ്മാ പറയുന്നതല്ല, നിങ്ങൾക്ക് വെറുതെ കുറെ എപ്പോഴും മിക്ക ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും കാണുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ ഞാനടക്കം സബ്സ്ക്രിപ്ഷൻ എടുത്ത് കഴിയുമ്പോൾ കുറെ റെക്കോർഡ് ക്ലാസ് അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ആഴ്ചയിൽ ഒരു ദിവസം ഒരു ലൈവ് ക്ലാസ് എടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ വല്ലപ്പോഴും എവിടെയെങ്കിലും ഒരു കുറച്ച് മോക്ക് ടെസ്റ്റ് കുറെ PYക്ക് വെച്ച് സേവ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു പരിപാടിയല്ല, നമുക്ക് വീക്കിലി മോട്ടിവേഷൻ സെഷൻ എന്ന് പറഞ്ഞ സാധനം കൊണ്ട് നിങ്ങളെ ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള മെന്റർഷിപ്പ് സെഷൻസ് ഉണ്ടാവും. കൂടാതെ ഈ പറയുന്ന റെക്കോർഡ് ക്ലാസ്സിന് പുറമെ ഡെയിലി ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. ഈ ലൈവ് ക്ലാസ്സുകളൊക്കെ നമ്മൾ എപ്പോഴും ലൈവായിട്ട് തന്നെ കണ്ട് അറ്റൻഡ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കണം. വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പൊ ലൈവ് ക്ലാസ്സുകളിൽ ലൈവായിട്ട് ഒരു സാറിനോട് ഡൗട്ട് ചോദിക്കുന്നതും ലൈവായിട്ട് സാറുമാരോടൊക്കെ ഇന്ററാക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു സെൽഫ് ബൂസ്റ്റിനും പ്രിപ്പറേഷനും ഒരു എനർജി കിട്ടാനൊക്കെ ആയിട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എക്സാമിന് എന്താണോ വേണ്ടത് ആ ഒരു രീതിയിലുള്ള പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഞങ്ങൾ നേരത്തെ റെഡിയാക്കി വെക്കും. എന്നിട്ട് മാക്സിമം ഒരു 3 മാസം മുന്നേ, എക്സാമിന് മുന്നേ ഈ സാധനം നിങ്ങൾക്ക് പോർഷൻസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് നേരെ PYQ സീരീസും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളിലേക്കും കടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ PYQസും മോക്ക് ടെസ്റ്റുകളൊക്കെ എടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾ എക്സാം ക്രാക്ക് ചെയ്യുള്ളൂ. അതല്ലാതെ നിങ്ങൾ എത്ര അടിപൊളിയായിട്ട് എത്ര തവണ ഈ റെക്കോർഡ് ക്ലാസ് ഒക്കെ കണ്ടു പഠിച്ചെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ പഠിക്കേണ്ടതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ടാക്കി പഠിക്കാനായിട്ട് നിങ്ങൾ റെഡി ആണെങ്കിൽ നമ്മുടെ ബാച്ചിലേക്ക് നേരെ ജോയിൻ ചെയ്തു. അപ്പോൾ മക്കളെ അടിപൊളിയായിട്ട് തന്നെ പ്രിപ്പറേഷൻ കൊണ്ടുപോകുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സംശയം മാറി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഈ വർഷത്തെ ഗ്രൂപ്പ് ഡി ഇനി അങ്ങോട്ട് എഴുതാനുള്ളവർ നല്ല കൃത്യമായിട്ട് നല്ല സെറ്റ് ആയിട്ട് പോയി എഴുതിയിട്ട് വാ. അപ്പോൾ താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.